പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയെ, എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ബുവാന എന്ന പ്രദേശത്ത് ഒരു ഒട്ടകത്തെ അറക്കുവാൻ വേണ്ടി ഞാൻ നേർച്ച ചെയ്തിട്ടുണ്ട്, ആ നേർച്ച ഞാൻ നിറവേറ്റട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, പ്രവാചകന്റെ സംശയം, എത്രയെത്ര ലോകത്തെ സ്ഥലങ്ങൾ മറ്റുള്ളതുണ്ടായിട്ട് എന്താണ് ഈ ബുവാന എന്ന പ്രദേശം മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം? അത് അവിടേക്ക് പോവുക, അവിടെ ഇബാദത്ത് ചെയ്യുക പ്രത്യേകം പുണ്യമുള്ള പഠിപ്പിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. എന്നിരിക്കെ എന്താണ് ഈ ബുവാന എന്ന പ്രദേശം? മുത്തുനബി രണ്ട് ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലില്ലാത്ത ജാഹിലിയത്തിലെ വല്ല ആഘോഷവും അവിടെയുണ്ടോ? ഇല്ല നബിയെ, ഒരു ആഘോഷവും അവിടെയില്ല. രണ്ടാമത്തെ പ്രവാചകന്റെ ചോദ്യം, ജാഹിലിയത്തിലെ ആളുകൾ ആരാധിക്കുന്ന വല്ല വിഗ്രഹവും അവിടെയുണ്ടോ? എങ്കിൽ പാടില്ല എന്ന് പറയാൻ പോവുകയാണ്. രണ്ടിനും അദ്ദേഹം ഉത്തരം നൽകി, രണ്ടുമില്ല. ജാഹിലിയത്തിൽ ഒരു ആഘോഷവും അവിടെയില്ല, ജാഹിലിയത്തിലെ ആളുകൾ ആരാധിക്കുന്ന ഒരു വിഗ്രഹവും അവിടെയില്ല. എങ്കിൽ ഔഫി ബിനദ്രിക്, നിന്റെ നേർച്ച നീ നിറവേറ്റിക്കോ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്നലെ വ്യക്തമായി സൂചിപ്പിച്ചല്ലോ, മുത്തുനബിയുടെ കാലഘട്ടം വരെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് ഖബറാരാധനയാണ്. അതുകൊണ്ട് തന്നെയാണ്, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് മുത്തുനബി അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത്, അലിയെ, ഒരു ചാണിൽ ഉയർത്തപ്പെട്ട ഒരു ഖബറും ഉണ്ടാകരുത്. ഒരു ചാണിൽ ഉയർത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഖബറിനെ നീ കണ്ടാൽ ആ ഖബർ തട്ടി നിരപ്പാക്കണമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറാരാധന വരാൻ സാധ്യതകളുണ്ട് എന്ന് മുത്തുനബിക്ക് നേരത്തെ വഹീയിലൂടെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ താക്കീത് പ്രവാചകൻ നൽകിയത്. റസൂലുള്ള പറഞ്ഞതുപോലെ തന്നെ ഖബറാരാധന വന്നു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്, നമ്മുടെ പെരുന്നാൾ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചത്, റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥന തന്നെ എന്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാക്കി, ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റില്ല എന്ന് ഹബീബ് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്നുള്ളത്, മൺമറഞ്ഞു പോയ ആളുകൾ ശൈഖന്മാരാണ്, തങ്ങന്മാരാണ്, ബാവമാരാണ് എന്നൊക്കെ പറഞ്ഞവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അതിന്റെ മുമ്പിൽ നേർച്ചകളും വഴിപാടുകളും ഇബാദത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അത്തരം ജാറങ്ങൾ കെട്ടിപ്പൊക്കിയ ഖബറുകൾ പള്ളിക്കുള്ളിലുണ്ട് എങ്കിൽ അത്തരം കേന്ദ്രങ്ങളിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സുജൂദുകൾ ചെയ്യാൻ പാടില്ല, അവിടെ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. കാരണം അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളി അല്ലാഹുവിനെ ആരാധിക്കാനുള്ളതാണ്. ഞാനും നിങ്ങളും അത്തരത്തിൽ കെട്ടിപ്പൊക്കിയ ഖബറുകൾക്കുള്ള പള്ളികളിൽ പോയി നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അത്തരം കാഴ്ചകൾ കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാകും. ഇവനും പ്രാർത്ഥിക്കുന്നത് ആ ഖബറിൽ കിടക്കുന്നവരോടാണ്, ഇവരും സുജൂദ് ചെയ്യുന്നത് ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് മുമ്പിലാണ്, ഇവരും നമസ്കരിക്കുന്നത് ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാകും.